പാലക്കാട് അട്ടപ്പാടി അഗളി ഗവൺമെന്റ് LP സ്കൂൾ വളപ്പിൽ പുലിയെ കണ്ടെന്ന് സ്കൂൾ ജീവനക്കാർ. ഇന്ന് രാവിലെ 8 മണിക്ക് സ്കൂളിലെ പാചക തൊഴിലാളികളാണ് പുലിയെ കണ്ടത്. സ്കൂളിലെ പാർക്കിൽ ആടിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സ്കൂളിന് സമീപം പുലിയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറയുന്നു. ഞാനിവിടെ വന്നപ്പോഴാണ് കാണുന്നത്. ഈ 2 ദിവസത്തിന് മുന്നേയൊക്കെ ഇതിൻ്റെ പുറകിൽ താമസക്കാരുടെ തൊഴുത്തിൽ പുലി വന്നതായിട്ടും ഒക്കെ അവർ പറയാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ 3-5 ദിവസമായിട്ട് ഈ പരിസരത്ത് കൂടെ പുലിയുടെ ഒരു സാന്നിധ്യം കണ്ടു എന്നുള്ളത് നാട്ടുകാരിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ 600 ചില്ലറ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. ഈ സ്കൂളിൻ്റെ കുട്ടികളുടെ പ്രീ പ്രൈമറി കുട്ടികളുടെ കളിക്കുന്ന പാർക്കിലാണ് ഈ അവശിഷ്ടങ്ങൾ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഭീതി ഉയർത്തുന്നൊരു കാര്യം തന്നെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കൾ പഠിക്കുന്ന സ്കൂള് അതും അത്രമാത്രം സുരക്ഷിതമല്ല. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് മലയാണ്, ഫോറസ്റ്റോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദഗോപാൽ, പാചക തൊഴിലാളികളാണല്ലോ പുലിയെ കണ്ടു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്കൂളിന് സമീപത്ത് പുലിയുടെ സാന്നിധ്യമുണ്ട് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തിയോ, പരിശോധിച്ചോ, സ്ഥിരീകരണം ലഭ്യമാകുന്നുണ്ടോ? വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഈ സ്കൂളിന് സമീപത്തായി ഇത്തരത്തിൽ പുലിയെ കണ്ടു എന്ന് പറയുന്നത് അവിടെയുള്ള ആളുകളിൽ ഒരു ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് ഈ പാചക തൊഴിലാളികൾ ഈ പുലിയെ ഇത്തരത്തിൽ കണ്ടത്. ഉടൻ തന്നെ PTA ഭാരവാഹികളെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പരിശോധനയിൽ ഇവിടെ നിന്നും ആടിന്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ സ്ഥിരമായി ഈ പുലി ഈ ഭാഗത്ത് എത്തുന്നതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ പുലിയെ പിടികൂടണം എന്നുള്ള ഒരു ആവശ്യം ഇവർ ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും 500-ലധികം വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ പകൽ സമയങ്ങളിലൊക്കെ ഇങ്ങനെ പുലി വരുമ്പോൾ അത് വല്ലാത്ത ഭീതി ആളുകൾക്കിടയിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മന്ത്രിയുടെ ഒരു പ്രതികരണം കൂടി ഇതിൽ ലഭിച്ചതനുസരിച്ച് ഉടൻ തന്നെ ഈ കാര്യത്തിൽ ഒരു പരിഹാരം, പുലിയെ പിടികൂടി തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ സ്വീകരിക്കണം എന്നുള്ളത് മന്ത്രിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള നടപടികളും ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ് കരുതുന്നത്. ശരി, ടി നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.